നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. നമ്മൾ ആരെന്നോ നമ്മുടെ സ്വരൂപം എന്തെന്നോ നമുക്കറിയില്ല. അതുകാരണം നമ്മൾ ശരീര മനോബുദ്ധികളുമായി താതാത്മ്യപ്പെട്ട് പലവിധ ദുഃഖങ്ങളും ചുമന്ന് നടക്കുകയാണ്. നമ്മൾ പൂർണ്ണരാണെന്നും അപാരമായ ശാന്തിയും ആനന്ദവുമാണ് നമ്മുടെ സ്വരൂപമെന്നും ആചാര്യന്മാരും ആധ്യാത്മിക ശാസ്ത്രങ്ങളും പറയുന്നു. എന്നാൽ അതറിയാതെ നമ്മൾ ക്ഷണികമായ സുഖവും സന്തോഷവും തേടി പരക്കം പായുകയാണെന്നും ഈ തെറ്റായ അറിവാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം. അതുകൊണ്ട് തന്നെ ശരിയായ അറിവ് ഒന്ന് മാത്രമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ജീവിതത്തിൽ പല പല കാര്യങ്ങൾ അറിയുമ്പോഴും അതറിയുന്ന ഞാൻ മാറ്റമില്ലാതെ തുടരുന്നു. യഥാർത്ഥത്തിൽ ശരീര മനോബുദ്ധികളിൽ നിന്നും സ്വതന്ത്രമായൊരു ഉണ്മ നമുക്കുണ്ടെന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നിത്യമുക്തരും ആനന്ദ സ്വരൂപികളുമാണ് നമ്മളെന്ന ജ്ഞാനം ദൃഢമായാൽ എല്ലാ മതിഭ്രമങ്ങളും തീരും, എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഈശ്വരനോട് ഹൃദയം തുറക്കാനും അവിടുത്തോട് ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനും ഏറ്റവും ഉത്തമമായ സാധനയാണ് പ്രാർത്ഥന. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. സോമകലാധരമൗലൗ കോമളഘനകന്ധരേ മഹാമഹസി സ്വാമിനി ഗിരിജാനാഥേ മാമകഹൃദയം നിരന്തരം രമതാം. സോമകലാധരമൗലൗ കോമളഘനകന്ധരേ മഹാമഹസി സ്വാമിനി ഗിരിജാനാഥേ മാമകഹൃദയം നിരന്തരം രമതാം. സന്ധ്യാദീപം. തുടർന്ന് ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം. ശ്രീ ശങ്കര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 92-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ സത്കർമ്മങ്ങളെ കൊണ്ടും ഈശ്വര സേവ കൊണ്ടും പരമേശ്വര സേവ കൊണ്ടും പൂജാ നമസ്കാരാദികൾ, സ്തുതി കീർത്തനങ്ങൾ എന്നൊക്കെ പറയാം. അവയെക്കൊണ്ടെല്ലാം എല്ലാ ദുരിതങ്ങളും ദുരക്ഷരങ്ങളും ദൗർഭാഗ്യങ്ങളും ദുഃഖങ്ങളും ദുരഹങ്കാരങ്ങളും ദുർവചസ്സുകളും ദൂരീകൃതങ്ങളായി നീക്കപ്പെട്ടു. അതെല്ലാം സ്വാഭാവികമായിട്ട് സംഭവിച്ചിരിക്കുക.
ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ ഇതൊക്കെ പോയി പറഞ്ഞാൽ സമാധാനമായി. ഇനി എന്ത് വേണം? പറയുന്നു, സാരം ത്വദീയ ചരിതം നിതരാം പിബന്ധം മാം. സാരമായിരിക്കുന്ന, ഇപ്പോൾ പറഞ്ഞതൊക്കെ സംസാരത്തിൻ്റെ ഭാവങ്ങളാണ്. ഏത്? ദുരിതങ്ങൾ, ദുരക്ഷരങ്ങൾ, ദൗർഭാഗ്യങ്ങൾ, ദുഃഖങ്ങൾ, ദുരഹങ്കാരങ്ങൾ, ദുർവചസ്സുകളൊക്കെ ഈ സംസാരത്തിൻ്റെ ക്ലേശകരങ്ങളായിരിക്കുന്ന ഭാവങ്ങളാണ്. എന്നാൽ ഈ സംസാരത്തിൻ്റെ മുഴുവൻ സാരം എന്താണ്? സാരം ആത്യന്തികമായ സത്യസ്വരൂപനാണ്. അതാണ് സാരമായതിനെ സാരം ത്വദീയ ചരിതം. ത്വദീയ ചരിതം, നിൻ്റെ ചരിതം, പരമേശ്വര ചരിതം, പരമേശ്വര മഹിമ. അപ്പോൾ സാരമായ പരമാത്മ മഹിമയെ, പരമേശ്വര മഹിമയെ നിതരാം പിബന്ധം, നല്ല പോലെ കുടിക്കുന്നവനായ മാം, എന്നെ. അപ്പോൾ മറ്റുള്ളതെല്ലാം മാറ്റിക്കളഞ്ഞ് സാരം മാത്രം അനുഭവിക്കുന്നവൻ. സാരം ഈശ്വര മഹിമയാണ്. മറ്റീ സംസാരത്തിലെ എല്ലാത്തിനെയും ഞാൻ മാറ്റിവെച്ചു. അതൊന്നും ആത്യന്തികമായി പ്രയോജനം ചെയ്യുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ സാരഭൂതമായ നിൻ്റെ ചരിതത്തെ മാത്രം കുടിക്കുന്നവനായ എന്നെ സമുദ്ധരിക്കണമേ, ഉയർത്തണമേ. എവിടുന്ന്? ഈ സംസാര ക്ലേശങ്ങളിൽ നിന്ന്. ഹേ ഗൗരീശ, അല്ലയോ ഗൗരിയുടെ ഈശനെ, പാർവതീപതേ. എങ്ങനെ? സത്കടാക്ഷൈഹി, സത്തായ കടാക്ഷങ്ങളെ കൊണ്ട്. കടാക്ഷം, കടക്കണ്ണോട്ടം. പാരമാർത്ഥികങ്ങളായ മോക്ഷപ്രദങ്ങളായ കടാക്ഷങ്ങളെ കൊണ്ട് എന്നെ സമുദ്ധരിക്കണമേ, എന്നെ ഒന്ന് കടക്കൺ പാർക്കണമേ, അതിലൂടെ എന്നെ സമുദ്ധരിക്കണമേ എന്നാണ് പ്രാർത്ഥന. അപ്പം ഇവിടെ സത്കർമ്മങ്ങളെക്കൊണ്ടും പ്രാഥമിക സാധനകളെക്കൊണ്ടും നമ്മളിലെ ദൂഷിത സംസ്കാരങ്ങൾ നീങ്ങുമ്പോൾ ഈശ്വരാനുഗ്രഹത്തിന് നമ്മൾ പാത്രീഭൂതരാകുന്നു. അതിലൂടെ അവിടുത്തെ കടാക്ഷമൊന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ സംസാരത്തിൽ നിന്ന് നമ്മളെ ഉയർത്തുന്നതായി. അതിനായിക്കൊണ്ടുള്ള ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. നോക്കൂ, ദൂരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി ദൗർഭാഗ്യ ദുഃഖ ദുരഹങ്കൃതി ദുർവചാംസി സാരം ത്വദീയ ചരിതം നിതരാം പിബന്ധം ഗൗരീശ മാമിഹ സമുദ്ധര സത്കടാക്ഷൈ. തുടർന്ന് 93-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. സോമകലാധരമൗലൗ കോമളഘനകന്ധരേ മഹാമഹസി സ്വാമിനി ഗിരിജാനാഥേ മാമകഹൃദയം നിരന്തരം രമതാം. സോമകലാധരമൗലൗ, സോമ കലയെ ധരിച്ചിരിക്കുന്ന മൗലിയിൽ, കോമളഘനകന്ധരേ, കോമളമായ ഘനമായ കന്ധരത്തിൽ, മഹാമഹസി, മഹാമഹസിൽ, പ്രകാശപൂർണമായ തേജോയുക്തമായ ഭാവത്തിൽ, സ്വാമിനി, സ്വാമിയിൽ, ഗിരിജാനാഥേ, ഗിരിജാനാഥനിൽ, മാമകഹൃദയം, എൻ്റെ ഹൃദയം, നിരന്തരം ഇടതടവില്ലാതെ രമതാം, രമിക്കുമാറാകട്ടെ, രമിക്കണമേ. ഇതൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ എൻ്റെ ഹൃദയം എപ്പോഴും പരമശിവനിൽ രമിക്കണമേ. അവിടെ ഹൃദയം എന്നുള്ളതിന് അന്തഃകരണം എന്നർത്ഥം. സന്ദർഭമനുസരിച്ച് ഹൃദയ ശബ്ദത്തിന് അർത്ഥമെടുക്കേണ്ടി വരും. ഇവിടെ അന്തഃകരണം, മനസ്സ്, ബുദ്ധി എന്നുള്ള അർത്ഥമാണ് സ്വീകരണി. അപ്പോൾ സോമകലാധരമൗലൗ, സോമകലാധരമൗലിയിൽ, മൗലിയിൽ സോമകലാധരനെ ധരിച്ചവനാരോ അവൻ സോമകലാധര മൗലി. അങ്ങനെയുള്ളവനിൽ എന്ന് സപ്തമി ഏകവചനം. അപ്പം ചന്ദ്രക്കലയെ മൗലിയിൽ, ശിരസിൽ ധരിച്ചവൻ. അവിടെ പരമേശ്വരൻ്റെ രൂപസങ്കല്പമാണ് നമുക്ക് വരുന്നത്. ഭഗവാന്റെ ശിരസിൽ ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നു. കോമളമായ
ഘനകന്ധരേ. ഘനം മേഘമാണ്, കാർമേഘം. അപ്പം കാർമേഘം പോലെയുള്ള കോമളമായ മനോഹരമായ കന്ധരത്തിൽ, കഴുത്തിൽ. കന്ധരം, കഴുത്ത്, തൊണ്ട എന്നൊക്കെ പറയാം. ഭഗവാന്റെ ഏത് ഭാഗമാണ് കോമളമെന്ന് പറയാൻ വയ്യ. ചന്ദ്രനെ ധരിച്ചിരിക്കുന്ന ശിരസാണോ, അല്ല കോമളമായ കഴുത്താണോ? ഇവിടെ കഴുത്തിന് എന്തുകൊണ്ട് പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ സ്വരൂപ സങ്കല്പത്തിൽ അല്ലെങ്കിൽ സാവയവ സങ്കല്പത്തിൽ എല്ലാ അംഗങ്ങളും സുന്ദരങ്ങളാണ്, രമണീയങ്ങളാണ്. അവിടെ രമണീയമല്ലാത്ത, സുന്ദരമല്ലാത്ത ഒരു അംഗവും ഇല്ല. എങ്കിൽ തന്നെയും അവിടുത്തെ കന്ധരത്തിന് വിശേഷം ഏറെയാണ്. കാരണം ഈ ലോകം മുഴുവൻ നശിക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ ഹാലാഹല വിഷത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച് ലോകരക്ഷയ്ക്ക് വേണ്ടി സ്വയം പാടുള്ളതായി തീർന്ന കഴുത്താണത്. അങ്ങനെയാണ് പരമേശ്വരൻ നീലകണ്ഠനാവുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ കഴുത്തെന്നുള്ളത്, കണ്ഠമെന്നുള്ളത് ലോകരക്ഷയ്ക്കായിക്കൊണ്ടുള്ള അനുഗ്രഹഭാവത്തിൻ്റെ വലിയൊരു ഒരു സ്ഥാനമാണ്, ലോകാനുഗ്രഹമാണ്. ആ ലോകാനുഗ്രഹത്തിന് വേണ്ടി സ്വയം ത്യാഗം അനുഭവിക്കുന്ന ഭാവമാണ് എടുത്ത് കാണിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഴുത്തിൽ, കണ്ഠത്തിൽ, ചന്ദ്രകലയെ ധരിച്ചിരിക്കുന്ന മൗലിയിൽ എൻ്റെ ഹൃദയം രമിക്കുമാറാകട്ടെ. തുടർന്ന് വേറെയും വിശേഷണങ്ങളുണ്ട്, നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും ഐതിഹ്യവും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. തൃക്കലഞ്ഞൂരിന്റെ ആകാശങ്ങളിൽ പ്രഭാത സൂര്യൻ മേഘങ്ങളുമായി സംഗമിച്ച് അപൂർവമായ ഒരു പ്രകാശചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിലും കൊടിമരങ്ങൾക്കു മീതെയും ഓംകാരമന്ത്രം ഉരുവിട്ട് പ്രകാശരേണുക്കൾ പടരുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ ശിവപൂജ നടക്കുകയാണ്. ശിവനയനം പോലെ ശ്രീകോവിലിന് മുകളിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കവേ അതിസവിശേഷമായ ശിവപൂജയിൽ മനസ്സർപ്പിച്ചു നിന്ന ഭക്തജനങ്ങളുടെ ആത്മാവിലും ഓംകാരമന്ത്രങ്ങൾ നിറഞ്ഞു. തൃക്കലഞ്ഞൂരപ്പനു മുന്നിലുള്ള ഓരോ പ്രാർത്ഥനകളും ഈ ദേശവാസികളുടെ ജീവിതചര്യയുടെ ഭാഗം തന്നെയാണ്. അതിപുരാതനമായ തൃക്കലഞ്ഞൂർ ക്ഷേത്രം തലമുറകളായി ഇവിടുത്തെ ജനതയുടെ ആത്മതാളവും ജീവോർജവുമായി നിലകൊള്ളുന്നുവെന്നാണ് യാഥാർത്ഥ്യം. ചരിത്ര പ്രാധാന്യമുള്ള ദേശമാണ് പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ ദേശം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും കലാ സാംസ്കാരിക രംഗത്തെ മികവ് കൊണ്ടും പ്രകൃതിയും ഈശ്വരനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രദേശത്തിന്റെ ഓർമ്മകളും സ്വപ്നങ്ങളും ജീവിതവും പ്രതീക്ഷകളും തുടങ്ങുന്നത് ശ്രീ തൃക്കലഞ്ഞൂർ മഹാദേവന്റെ തിരുസന്നിധിയിൽ നിന്ന് തന്നെയാണ്. പ്രാചീന കേരളത്തിലെ 64 നമ്പൂതിരി ഗ്രാമങ്ങളിൽപ്പെട്ട കവിയൂർ ഗ്രാമത്തിലെ പ്ലാസ്ഥാനത്ത് മഠം കുടുംബം വക ട്രസ്റ്റാണ് തൃക്കലഞ്ഞൂർ ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. ക്ഷേത്ര ചരിത്രം തുടങ്ങുന്നത് ഏകദേശം 1100 വർഷങ്ങൾക്ക് മുമ്പാണ്. അക്കാലത്ത് നിബിഡ വനമായിരുന്ന ഈ പ്രദേശത്ത് ശിവഭക്തനായ ഖരമഹർഷി വന്നു ചേരുകയും ഒരു ദിവ്യപ്രകാശത്തിന്റെ ആകർഷണത്തിൽ ജിജ്ഞാസുവായ അദ്ദേഹം
ഘോര തപസ് അനുഷ്ഠിച്ചതിന്റെ ഫലമായി തപശക്തിയിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും 3 ശിവലിംഗങ്ങൾ നൽകിയതായും 3 സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിച്ചതായും പറയപ്പെടുന്നു. അപ്രകാരം 6 മൈൽ അകലത്തിൽ കിഴക്കു പടിഞ്ഞാറായി കലഞ്ഞൂർ, ആറുകാലിക്കൽ, പെരിങ്ങനാട് എന്നിവിടങ്ങളിൽ അദ്ദേഹം ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിച്ചതായും ആയതിൽ മഹാശിവലിംഗമാണ് കലഞ്ഞൂരിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. ഖരമഹർഷിയുടെ പരിപാവനമായ പാദസ്പർശത്താൽ ധന്യമായ ഈ ഭൂമി ഖരനൂർ എന്നും പിൽക്കാലത്ത് ലോപിച്ച് കലഞ്ഞൂർ എന്നും വിളിക്കപ്പെട്ടു. ഒരിക്കൽ ഒരു മഹാവ്യാധിബാധയെ തുടർന്ന് ഊരും ദേശവും വിട്ട് ഓടിപ്പോയവർ തിരികെ വന്ന് താമസിച്ച ഇടമെന്നും കലകളുടെ ഊരാണെന്നും അതല്ല 500 കലകളുടെ നാടെന്ന സ്ഥലനാമ പെരുമയും ഇവിടെയുണ്ട്. ഖരമഹർഷിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രചരിത്രം നിലനിൽക്കുമ്പോൾ തന്നെ ക്ഷേത്രചരിത്രത്തിന്റെ ഭാഗമായി കാമ്പിത്താൻ എന്ന ദിവ്യനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഐതിഹ്യമാലയിൽ പറഞ്ഞിട്ടുള്ള മണ്ണടി പ്രദേശവും കാമ്പിത്താൻ എന്ന ദിവ്യനുമായി ബന്ധപ്പെട്ട ക്ഷേത്രകഥയിൽ പറയുന്നത് ഒരിക്കൽ മണ്ണടി പ്രദേശത്ത് നിന്ന് കലഞ്ഞൂരിലെത്തുന്ന കാമ്പിത്താൻ സവിശേഷമായ ദിവ്യശക്തിയുള്ള പുണ്യാത്മാവായിരുന്നു എന്നാണ്. ക്ഷേത്രത്തിന് അല്പം കിഴക്കുമാറി കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുടപ്പാറയിൽ അസാധാരണമാം വിധം പല പ്രാവശ്യം കയറി ഇറങ്ങി ക്ഷേത്രമുറ്റത്ത് വന്ന് വീണ്ടും കുടപ്പാറയിലേക്ക് അതിവേഗം നടന്നു കയറി ആ ദേശവാസികളുടെ ആകെ ആരാധനാപാത്രമായി കാമ്പിത്താൻ തന്റെ ദിവ്യത്വം തെളിയിക്കുകയും ചെയ്തു. കാമ്പിത്താൻ മഹാദിവ്യനാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി ക്ഷേത്രമുടമയായ പ്ലാസ്ഥാനത്ത് മഠത്തിലെ അക്കാലത്തെ കാരണവർ കാമ്പിത്താനെ ആവണിപ്പലകയിൽ സ്വീകരിച്ചിരുത്തി പൊന്നും പട്ടും ശൂലവും കാഴ്ചയായി സമർപ്പിച്ച് ദിവ്യനെ കാമ്പിത്താൻ എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. പിന്നീട് കാമ്പിത്താനെ സ്വീകരിച്ചിരുത്തുന്ന ചടങ്ങ് അതാത് കാലത്തെ കാരണവന്മാർ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു കാലഘട്ടം എത്തിയപ്പോൾ അവസാനത്തെ തലമുറയിലെ കാമ്പിത്താൻ തന്റെ ദിവ്യത്വം തെളിയിക്കുന്നതിൽ പരാജയപ്പെടുകയും അതോടെ കാമ്പിത്താന്മാർക്കുള്ള സ്ഥാനാരോഹണ ചടങ്ങ് അവസാനിക്കുകയും ചെയ്യുകയും മണ്ണടി ദേശവും കലഞ്ഞൂർ ദേശവുമായുള്ള ബന്ധം നിലനിർത്താനും പ്ലാസ്ഥാനത്ത് മഠത്തിന്റെ പരദേവതയായി ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്ന മണ്ണടി ഭഗവതിക്ക് മുന്നിൽ കാമ്പിത്താനെ ആരാധിക്കുവാനുമുള്ള ചടങ്ങുകൾ ഇപ്പോഴും നടത്തിവരുന്നു. കാമ്പിത്താന്റെ സ്ഥാനാരോഹണ ചടങ്ങുകളുടെ ഓർമ്മയ്ക്കായി ക്ഷേത്രത്തിനുള്ളിൽ കാമ്പിത്താനെ സ്വീകരിച്ചിരുത്തിയ പീഠവും കാമ്പിത്താന് സമർപ്പിച്ച ശൂലവും ഇപ്പോഴും സൂക്ഷിക്കുന്നുവെന്നത് അത്ഭുതകരമായ കാര്യമാണ്. ക്ഷേത്രത്തിന് അല്പം അകലെയായി അവസാനത്തെ കാമ്പിത്താൻ വസിച്ചിരുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന സ്ഥലം കാമ്പിയിൽ പുരയിടമായി ഇന്നും സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ കാമ്പിത്താന്റെ തലമുറയുമായി ബന്ധപ്പെട്ട കാമ്പിയിൽ വീടുന്ന കുടുംബവും തലമുറകളും ഇന്നും തുടരുന്നുവെന്നതും കാമ്പിത്താന്റെ ചരിത്രകഥകൾക്ക് പിൻബലം നൽകുന്നു. ഇണ്ടിളയപ്പൻ എന്ന പേരിൽ സ്വയംഭൂവായ ശാസ്താവിനെ തൃക്കലഞ്ഞൂർ മഹാദേവന് നൽകുന്ന അതേ പ്രാധാന്യത്തോടെ പൂജാവിധികൾ ചെയ്യുന്നുവെന്നാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് കലഞ്ഞൂർ ക്ഷേത്രത്തിന് മുന്നിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇരട്ട കൊടിമരം സമർപ്പിച്ചിരിക്കുന്നത്. 2 ദൈവചൈതന്യങ്ങൾക്കും ഉത്സവം ഒരേ സമയത്താണെങ്കിലും ആറാട്ടിനായി 2 ബിംബങ്ങളെയും എഴുന്നള്ളിക്കുന്നു. ഇണ്ടിളയപ്പന് മുന്നിൽ നടക്കുന്ന അതിമഹത്തായ ഒരു ചടങ്ങാണ് പിള്ളവയ്പ്. പിള്ളവയ്പ് എന്നാൽ സന്താന സൗഭാഗ്യം കിട്ടുവാൻ ഇണ്ടിളയപ്പന് മുന്നിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ദമ്പതികൾക്ക് സന്താന ഭാഗ്യം കിട്ടിയാൽ മാത്രമേ ഇണ്ടിളയപ്പന് മുന്നിൽ നേർച്ച സമർപ്പിക്കേണ്ടതുള്ളൂ.
അങ്ങനെ ഇണ്ടിളയപ്പന് മുന്നിലുള്ള പ്രാർത്ഥനകൾക്ക് ഫലം കണ്ട ഭക്തജനങ്ങൾ ശിലയിലും മണലിലും തീർത്ത ആൾരൂപങ്ങൾ ഇണ്ടിളയപ്പന് മുന്നിൽ സമർപ്പിക്കുന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ അനുഭവ സാക്ഷ്യമുള്ള അത്യപൂർവമായ ഈ ചടങ്ങ് കലഞ്ഞൂർ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതകളിലൊന്നാണ്. മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായി തന്നെയാണ് ഇണ്ടിളയപ്പന്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇണ്ടിളയപ്പന്റെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റുമായി ഭക്തജനങ്ങൾ സമർപ്പിച്ച ആൾരൂപങ്ങൾ നിരത്തിവച്ചിട്ടുണ്ട്. ഓരോ ആൾരൂപങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭൂമിയിലേക്ക് പിറന്നു വീണ ഓരോ കുഞ്ഞിന്റെയും പ്രതീകം തന്നെയാണ്. തൃക്കലഞ്ഞൂർ ക്ഷേത്രത്തിലെ ബലിക്കൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന് പുറത്തായി ബലിക്കൽ പുരയില്ലാതെ പ്രപഞ്ചം സാക്ഷിയായി നിൽക്കുന്ന ബലിക്കലിൽ സർവ്വ ഋതുക്കളും സ്പർശിച്ച് കടന്നുപോകുന്നു. നാലമ്പലത്തിനുള്ളിലേക്ക് നടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ നന്ദിദേവൻ ഭഗവാനെ നോക്കി ഇരിപ്പുണ്ട്. ഇവിടെ നന്ദിദേവൻ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഭഗവാന് അഭിമുഖമായിട്ടല്ലാതെ അല്പം ഇടത്തോട്ട് നീങ്ങിയാണിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള കഥ, ഒരിക്കൽ കാമ്പിത്താൻ ഭഗവാനെ ദർശിക്കുമ്പോൾ നന്ദി കാഴ്ചയ്ക്ക് തടസ്സമാകുകയും കാമ്പിത്താൻ നന്ദിയോട് മാറിയിരിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തത്രേ. അന്നു മുതലാണ് നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന നന്ദി അല്പം ഇടത്തോട്ട് നീങ്ങിയിരിക്കുന്നത്. മഹാക്ഷേത്രങ്ങളിലേതുപോലുള്ള വലിയ വട്ടശ്രീകോവിലാണ് തൃക്കലഞ്ഞൂരിന്റെ പ്രധാന പ്രത്യേകതകളിലൊന്ന്. നാലമ്പലത്തിന് വെളിയിൽ നിൽക്കുമ്പോൾ വട്ടശ്രീകോവിലും കിഴക്കേ ഗോപുരവും കൊടിമരവും നാലമ്പലവും ചേർന്നുള്ള വിദൂര കാഴ്ചകൾ നയനാനന്ദകരമാണ്. അങ്ങനെ ക്ഷേത്രത്തിന്റെ അകവും പുറവുമായ ഓരോ കാഴ്ചകളും ഭഗവാന്റെ ശരീരസ്പർശം പോലെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു. തൃക്കലഞ്ഞൂരപ്പന് മുന്നിലുള്ള ഓരോ പൂജകളും പഞ്ചഭൂതാത്മകമായ ശരീരത്തിനും പ്രപഞ്ചപ്രാണന്റെ തുടർച്ചയായ ആത്മാവിനും സൗഖ്യവും സ്വാസ്ഥ്യവും മോക്ഷവും നൽകുന്നതാവുന്നു. ക്ഷേത്രത്തിൽ നിത്യവും നടത്തുന്ന പൂജകളിൽ പ്രധാനപ്പെട്ടതാണ് മൃത്യുഞ്ജയ ഹോമം. അക്ഷരാർത്ഥത്തിൽ മൃതിയെ അതിജീവിക്കുന്നതിനും രോഗികൾക്ക് ആശ്വാസത്തിനും മരണഭീതി അകറ്റുന്നതിനും രോഗം വരാതിരിക്കാനും ദുർമൃതിക്കുള്ള വാസനയും തന്മൂലമുള്ള ദോഷങ്ങളും പരിഹരിക്കുന്നതിനുമാണ് ഈ വഴിപാട്. തൃക്കലഞ്ഞൂരിന്റെ പ്രഭാതങ്ങൾ പോലെ അനുഗ്രഹീതമാണ് പ്രദോഷങ്ങളും. അസ്തമയങ്ങൾ ആത്മാവിനെ ആനന്ദിപ്പിക്കുന്ന സങ്കീർത്തനമാകുമ്പോൾ ദീപാരാധനയുടെ ആനന്ദ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. ചുറ്റുവിളക്കുകളിൽ തെളിയിക്കുന്ന ദീപങ്ങൾ ഭഗവാന്റെ ശരീരത്തെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. ഓരോ ദീപങ്ങളും ആത്മചൈതന്യങ്ങൾ പോലെ തെളിഞ്ഞുകൊണ്ടിരുന്നു. ശ്രീകോവിലിന് മുന്നിലെ ഓരോ കാത്തുനിൽപ്പുകളും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ തന്നെ. പൂജാമണികൾ മുഴക്കി ശ്രീകോവിൽ തുറക്കുമ്പോൾ ഓരോ കണ്ണുകളിലും പ്രപഞ്ചനാഥൻ നിറയുകയായി. ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങൾ നിറഞ്ഞ ആത്മാവുകൾ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു. ഈശ്വര, പരമേശ്വര, മഹാദേവ, നീ എൻ്റെ ഭാവിഭൂത വർത്തമാനങ്ങളിൽ നിറഞ്ഞു നിന്നും എന്നെ നീ നിന്നിലേക്ക് തന്നെ നയിക്കണമേ.